സിനിമയുടെ തുടക്കത്തിൽ കാണുന്നത് ആഫ്രിക്കയാണ്. പിന്നീട് കാണുന്നത് നമ്മുടെ ഹീറോനെയാണ്. ഹീറോ ഒരു ഡോക്ടറാണ്. ഹീറോയുടെ കയ്യിൽ മെഡിക്കൽ ഉപകരണങ്ങളൊക്കെ കുറവായതുകൊണ്ട് ഹീറോ ചികിത്സിച്ചിരുന്ന ഒരു കുട്ടി മരിച്ചു പോവുകയാണ്. ആ വിഷമത്തിലിരിക്കുമ്പോൾ ഹീറോയുടെ അടുത്ത് ഒരാൾ വരുന്നു. എന്നിട്ട് പറയുന്നു, നിങ്ങളെ കൊല്ലാൻ ആൾക്കാർ വരുന്നുണ്ട്, ഇവിടുന്ന് ഉടനെ രക്ഷപ്പെടണമെന്ന്. അത് കേട്ടതും ഹീറോ കാറുമെടുത്ത് നേരെ ഹീറോയുടെ ഭാര്യയുടെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് അവരോട് കാര്യങ്ങളൊക്കെ പറയുന്നു. നമ്മളിവിടെ നിന്ന് ഉടൻ തന്നെ രക്ഷപ്പെടണം, നമ്മളെ കൊല്ലാൻ ആൾക്കാർ വരുന്നുണ്ടെന്ന് ഹീറോ പറയുന്നു. അപ്പോൾ ഹീറോയുടെ ഭാര്യയും ലഗേജൊക്കെ പാക്ക് ചെയ്ത് ഇപ്പോൾ അവർ പോവുകയാണ്. അവർ പോകുന്നത് ആ ഗ്രാമത്തിലൊരു ചെറിയ വിമാനമുണ്ട്, അതിൻ്റെ അടുത്താണ്. പിന്നീട് നമ്മൾ കാണുന്നത് കുറച്ച് പേരെയാണ്. അങ്ങനെ ഹീറോയുടെ ഭാര്യയും ആ വിമാനത്തിനടുത്തേക്ക് എത്തുകയാണ്. അപ്പോഴേക്കും ആ വിമാനം ഫുള്ളായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ പൈലറ്റ് പറയും, നിങ്ങളെ കയറ്റാൻ കഴിയില്ല ഇത് ഫുള്ളായെന്ന്. അപ്പോൾ പൈലറ്റ് അവരുടെ കഥയൊക്കെ കേട്ട് സമ്മതിക്കും, എന്നാൽ നിങ്ങൾ കുറച്ചധികം പണം തരണമെന്ന് പറയുന്നു. അങ്ങനെ ഇപ്പോൾ ഹീറോയുടെ ഭാര്യയും വേറെ വഴിയൊന്നുമില്ലാത്തതുകൊണ്ട് പൈലറ്റിന് പണം കൊടുക്കുന്നു. അപ്പോൾ പണം കൊടുത്തതും പൈലറ്റ് അനുവദിച്ചിരിക്കുകയാണ് അവർക്ക് ഇപ്പോൾ യാത്ര. അങ്ങനെ ഇപ്പോൾ അവരോട് പറയുന്നു, നിങ്ങളുടെ ലഗേജ് ഒന്നും കൊണ്ടുപോകാൻ കഴിയില്ല എന്ന്. എന്നിട്ട് പൈലറ്റ് ലഗേജൊക്കെ താഴേക്ക് ഇടുകയാണ്. അതിനുശേഷം അവരുടെ യാത്ര തുടരുന്നു. അങ്ങനെ അവർ ഇപ്പോൾ കുറച്ച് ദൂരം എത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ പ്ലെയിനിന് ചെറിയ കുലുക്കങ്ങളൊക്കെ സംഭവിച്ചു തുടങ്ങുന്നു. അപ്പോൾ ആ പ്ലെയിനിൻ്റെ അവസ്ഥ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവാം, അതൊരു ചെറിയ പ്ലെയിനും അതിന് സീറ്റ് ബെൽറ്റൊന്നും ഇല്ല. അപ്പോൾ ആ പ്ലെയിനിൻ്റെ കുലുക്കം കൂടുന്നത് കൊണ്ട് തന്നെ ഹീറോവും ആ പ്ലെയിനിലുള്ളവരൊക്കെ പൈലറ്റിനോട് പറയുകയാണ്, ഈ പ്ലെയിനിന് എന്തോ കംപ്ലൈൻ്റ് ഉണ്ട് എന്നൊക്കെ പറയുന്നു. അപ്പോൾ പൈലറ്റ് പറയുകയാണ്, അതൊന്നും കാര്യമാക്കണ്ട, നിങ്ങളെ ഞാൻ അവിടെ എത്തിച്ചാൽ പോരെ എന്ന് പൈലറ്റ് പറയുന്നു. ആ സമാധാനത്തിൽ അവർ ആ പ്ലെയിനിൽ ഇരിക്കുകയാണ്. എന്നാൽ ആ പ്ലെയിനിൻ്റെ കുലുക്കം അധികമായി വരുന്നു. ഇപ്പോൾ ആ പ്ലെയിനിൻ്റെ എൻജിൻ തകർന്നിട്ട് പുകയൊക്കെ വരികയാണ്. അത് നേരെ താഴേക്കാണിപ്പോൾ പോകുന്നത്. അങ്ങനെ പ്ലെയിൻ ക്രാഷ് ആവുന്നു. പിന്നീട് ആ സീൻ കട്ടായിട്ട് നമ്മൾ കാണുന്നത് ഹീറോനെയാണ്. അങ്ങനെ ഇപ്പോൾ ഹീറോയുടെ ഭാര്യയെ നോക്കുകയാണ്. അതിനിടയിൽ ഹീറോ ഒരു കാഴ്ച കാണുകയാണ്. അതായത് ഹീറോൻ്റെ കൂടെ വന്നൊരു പെൺകുട്ടി മരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഹീറോയുടെ ഭാര്യേൻ്റെ അടുക്ക് പോകുന്നു. അവർക്ക് ജീവനുണ്ടായിരുന്നു, എന്നാൽ അവരുടെ കാല് പ്ലെയിനിൻ്റെ ഒരു ഭാഗത്ത് കുടുങ്ങിയിട്ടിരിക്കുകയാണ്. അങ്ങനെ ആ പ്ലെയിനിൽ വന്ന ഒരാൾ പൈലറ്റിനോട് പറയുകയാണ്, നിങ്ങൾ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, നിങ്ങൾ പണത്തിന് വേണ്ടി എന്തും ചെയ്യുമെന്നൊക്കെ പറയുന്നു. അതിനുശേഷം പൈലറ്റ് അവരോടെല്ലാം പറയും, ഈ സ്ഥലം വളരെ ഡേഞ്ചറാണ്, എനിക്ക് നന്നായി അറിയാം, ഇവിടെ നിൽക്കുന്നത് അധികം നല്ലതല്ല, നമുക്ക് വേഗം രക്ഷപ്പെടണം. ഇതിവിടെ വന്യമൃഗങ്ങളൊക്കെ ഉണ്ടാകും, സിംഹങ്ങളും ആനകളും കടുവകളും എല്ലാം ഉണ്ടാകും. നമ്മൾ രാത്രിയാണ് നമ്മളെ ഇവരെ ആക്രമിക്കുക എന്നൊക്കെ പൈലറ്റ് അവരോട് പറയുകയാണ്. അതൊക്കെ കേട്ട് അവർക്ക് പേടിയാവുകയാണ്. പിന്നീട് പൈലറ്റ് പറയുന്നു, നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇവിടെ അടുത്തൊരു ഗ്രാമമുണ്ട്, അവിടെ എത്തിയാൽ നമ്മൾ രക്ഷപ്പെടുമെന്ന്. അങ്ങനെ പൈലറ്റും എല്ലാവരും ചേർന്ന് ഹീറോയോട് കാര്യം പറയുകയാണ്, ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, ഇത് വന്യമൃഗങ്ങളൊക്കെ സഞ്ചരിക്കുന്ന ഇടമാണെന്നൊക്കെ പറയുന്നു. അപ്പോൾ ഹീറോ പറയുകയാണ്, ഞാൻ എൻ്റെ ഭാര്യയെ വിട്ട് പോകില്ല, ഞാനും ഇവിടെ നിൽക്കാം. അങ്ങനെയൊക്കെ ഹീറോ അവരോട് പറയുകയാണ്. അപ്പോൾ അവരൊരു കാര്യം തീരുമാനിച്ചിരിക്കുകയാണ്. എന്നാന്ന് വെച്ചാൽ അവർ ആദ്യം പോയിട്ട് ആ ഗ്രാമത്തിലെത്തിയിട്ട് അവിടെയുള്ളവരൊക്കെ കൂട്ടിയിട്ട് ഈ ഹീറോനെയും ഭാര്യയെയും രക്ഷിക്കാൻ വരാമെന്ന്. അങ്ങനെ പൈലറ്റ് അവൻ്റെ കയ്യിലുള്ള ഗണ്ണൊക്കെ എടുത്തു വെച്ച് ഇപ്പോൾ എല്ലാവരും കൂടി ആ ഗ്രാമം കണ്ടുപിടിക്കാൻ പോവുകയാണ്. അങ്ങനെ അവർ നടന്ന് ക്ഷീണിച്ച് ഒരു സ്ഥലത്തിരുന്ന് വെള്ളമൊക്കെ കുടിക്കും. ഇതേ സമയം ഹീറോ ഒന്ന് പുറത്തൊക്കെ വന്ന് നോക്കും. പിന്നീട് അവരുടെ കൂടെ വന്ന ഒരു പയ്യൻ പറയുകയാണ്, ഈ പൈലറ്റിനെ നമ്മൾ വിശ്വസിച്ച് പോകരുത്, എങ്ങനെ വിശ്വസിക്കും, ഇവിടെ അടുത്തൊന്നും ഗ്രാമം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ഈ പയ്യൻ പറയുകയാണ്. അങ്ങനെ പൈലറ്റ് പറയുകയാണ്, നീ വേണമെങ്കിൽ എൻ്റെ കൂടെ വാ, വിശ്വാസമുണ്ടെങ്കിൽ വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് അവരിപ്പോൾ വീണ്ടും നടക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ അവരൊരു മരുഭൂമി പോലത്തെ ഒരു സ്ഥലത്തെത്തിപ്പെടുന്നു. അവിടെ എത്തിയതും എല്ലാവർക്കും നടക്കാൻ വയ്യാതെയൊക്കെ ആയി വരികയാണ്. വളരെ ക്ഷീണം കൂടി വരികയാണ്. അങ്ങനെ അവരുടെ കൂട്ടത്തിലുള്ള ഒരുത്തൻ അവിടെ ബോധം കെട്ട് വീഴുകയാണ്. അങ്ങനെ അവന് കുറച്ച് വെള്ളമൊക്കെ കൊടുത്ത് അവനെ എഴുന്നേൽപ്പിക്കുന്നുണ്ട്. പിന്നീട് കാണുന്നത് ഹീറോവും പിന്നെ അവൻ്റെ ഭാര്യയെയും കാണിക്കുന്നു. അവർ അങ്ങനെ ഓരോന്ന് പറഞ്ഞിരിക്കുകയാണ്. അവൻ്റെ ഭാര്യ പറയുകയാണ്, നമ്മളിവിടുന്ന് എന്തായാലും രക്ഷപ്പെടും, അവരൊരു വഴി കണ്ടുപിടിക്കുമെന്നൊക്കെ പറയുന്നു. അപ്പോൾ ഹീറോവും പറയുന്നു, നീ പേടിക്കാതെ ഇരിയെന്നൊക്കെ ഹീറോ പറയുകയാണ്. പിന്നീട് കാണുന്നത് ഇവരെയാണ്. ഇവരങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുകയാണ്, ആ പൈലറ്റിന് മനസ്സിലാവുകയാണ് വന്ന വഴി തെറ്റായിരുന്നു എന്ന്. അങ്ങനെ അത് കേട്ടതും എല്ലാവരും അവിടെ തളർന്നിരിക്കുകയാണ്. അപ്പോൾ ആ പയ്യൻ പൈലറ്റിൻ്റെ കയ്യിൽ നിന്നും തോക്കെടുത്തിട്ട് അവനെ എയിം ചെയ്തിട്ട് പറയും, നിന്നെ വിശ്വസിച്ച് വന്നേരെ കരുതിയിട്ടുണ്ട്, ഇതൊന്നും നടക്കില്ല, ഗ്രാമമൊന്നും കണ്ടുപിടിക്കില്ല എന്ന് നേരത്തെ എനിക്ക് അറിയാമായിരുന്നു എന്നും പറഞ്ഞ് പൈലറ്റിനെ ഭീഷണിപ്പെടുത്തുന്നു. ഇപ്പോൾ അവരെല്ലാം ചേർന്ന്
അങ്ങോട്ട് പോവുകയാണ്. അതായത് അവരുടെ പ്ലെയിന് ക്രാഷായ സ്ഥലമില്ലേ, അവിടത്തേക്ക് തന്നെ പോകുന്നു. എല്ലാവരും തീരുമാനിച്ചാണ് പോകുന്നത്. അങ്ങനെ അവരവിടെ എത്തി നോക്കുമ്പോൾ അവരുടെ പ്ലെയിനിന് നേരെ കുറച്ച് രക്തക്കറകളും അതുപോലെ തന്നെ പുലിയുടെ നഖത്തിൻ്റെ കലകളൊക്കെ കാണുന്നു. എല്ലാവരും ഭയത്തോടെ നോക്കി നിൽക്കുമ്പോൾ പൈലറ്റിനെ ആരോ പെട്ടെന്ന് ഉപദ്രവിക്കുന്നു. നോക്കുമ്പോൾ അത് ഹീറോ ആണ്. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഹീറോയുടെ ഭാര്യ മരിച്ചു എന്ന്. അങ്ങനെ ഹീറോയുടെ ഭാര്യ മരിച്ച ദേഷ്യത്തിൽ അവൻ പൈലറ്റിനെ ആക്രമിക്കുകയാണ്. അപ്പോൾ ഹീറോയുടെ കൂടെ വന്ന ഒരാൾ ഹീറോനെ സമാധാനിപ്പിക്കുകയാണ്. പിന്നീട് അയാളും പൈലറ്റും തമ്മിൽ പറയും, നമ്മളിവിടുന്ന് ഇന്ന് തന്നെ രക്ഷപ്പെടണം, ഇല്ലെങ്കിൽ നമ്മളെ ഇന്ന് രാത്രിയോടെ തന്നെ എല്ലാ മൃഗങ്ങളും വന്ന് നമ്മളെ കൊല്ലുമെന്നൊക്കെ പറയുന്നു. പിന്നീട് കാണുന്നത് അവർ 3 പേരും നിൽക്കുന്നതാണ്. അപ്പോൾ ഹീറോ പൈലറ്റിനോട് പറയുകയാണ്, നിങ്ങൾ എന്തൊരു വ്യക്തിയാണ്, നിങ്ങൾ പണത്തിന് വേണ്ടി എന്തും ചെയ്യും എന്നൊക്കെ പറയുന്നു. പിന്നീട് ഹീറോ പറയുന്നു, ഞാൻ നിങ്ങളുടെ പ്ലെയിനിൻ്റെ അടിയിൽ നിന്നും കുറേ മൃഗങ്ങളുടെ കൊമ്പ് കണ്ടെത്തിയിട്ടുണ്ട്, നിങ്ങളതാരും കാണാതെ കടത്തുകയായിരുന്നു എന്നൊക്കെ ഞാൻ എല്ലാവരെയും അറിയിക്കും ഇവിടുന്ന് രക്ഷപ്പെട്ടാൽ എന്നൊക്കെ ഹീറോ ദേഷ്യത്തോടെ പറയുകയാണ്. അപ്പോൾ പൈലറ്റ് പറയുന്നു, ആദ്യം നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെടണമെന്ന്. എന്നിട്ട് അവൻ ദേഷ്യത്തോടെ നടന്നു പോകുന്നു. ഇപ്പോൾ സമയം ഒരുപാട് വൈകിയത് കൊണ്ട് തന്നെ രാത്രിയാവുന്നു. അങ്ങനെ ഇവർ 3 പേരും പ്ലെയിനിൻ്റെ അകത്തിരിക്കുന്നു. മറ്റവൻ പുറത്തും ഇരിക്കുകയാണ്. അവൻ്റെ ഫ്രണ്ടാണ് പൈലറ്റിനോട് അടിയുണ്ടാക്കി പോയത്. അവനെ ആലോചിച്ചിരിക്കുകയാണിപ്പോൾ. പിന്നീട് കാണുന്നത് ആ പൈലറ്റിനോട് അടിയുണ്ടാക്കി പോയവനാണ്. അവ ഇപ്പോൾ കാട്ടിൽ എങ്ങോട്ടാ പോകേണ്ടതെന്ന് അലഞ്ഞു നടക്കുകയാണ്. അങ്ങനെ രാത്രി ആയതുകൊണ്ട് തന്നെ കുറേ സിംഹക്കൂട്ടം അവന് ചുറ്റുന്നു. അവൻ പരക്കെ വെടിവെക്കുകയാണ്. എന്നാൽ അതിൽ നിന്നും അവന് രക്ഷപ്പെടാൻ കഴിയുന്നില്ല. അവൻ മരിക്കുകയാണ്. പിന്നീട് കാണുന്നത് ആ പുറത്തിരിക്കുന്ന പയ്യനെയാണ്. അങ്ങനെ അവൻ അവിടെ ഇരിക്കുമ്പോൾ കാട്ടിനുള്ളിൽ നിന്നും ഒരു പാമ്പ് വരികയാണ്. എന്നിട്ട് അവനെ അത് കടിക്കുന്നു. പിന്നീട് കാണുന്നത് അവനവിടെ മരിച്ച നിലയിൽ കിടക്കുന്നതാണ്. എന്നാൽ ഹീറോവും പൈലറ്റും പിന്നെ മറ്റയാൾക്കും ഇതൊന്നും അറിയാതെ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ പൈലറ്റിനെന്തോ ആക്രമിക്കാൻ വരുന്നത് പോലെ തോന്നുകയാണ്. അപ്പോൾ പൈലറ്റ് നോക്കുമ്പോൾ അതിന് നേരെ ഒരു സിംഹം ചാടി വരികയാണ്. അങ്ങനെ മാക്സിമം അവർ തടഞ്ഞു പിടിക്കുകയാണ് ആ സിംഹത്തെ അവിടെ നിന്നും. എന്നാൽ ആ പാമ്പ് അകത്ത് വന്നിട്ട് നമ്മുടെ ആ പയ്യനെ കടിക്കുന്നു. അതുകൊണ്ട് തന്നെ അവന് അത് തടയാനാകുന്നില്ല. പിന്നീട് ആ സിംഹം അവിടെ വിട്ടു പോകുന്നു. അപ്പോൾ നമ്മുടെ ഹീറോ ഡോക്ടറായതുകൊണ്ട് തന്നെ അവന് മെഡിസിൻ വെച്ച് കൊടുക്കുന്നു. അങ്ങനെ അവനെ ഇപ്പോൾ ഹീറോ രക്ഷിച്ചെടുത്തിരിക്കുകയാണ്. പിന്നീട് പിറ്റേ ദിവസമായി ഹീറോയുടെ ഭാര്യയെ പറ്റി ഓർത്ത് വിഷമിച്ച് നിൽക്കുന്നു. പിന്നീട് കാണുന്നത് നമ്മുടെ പൈലറ്റ് അയാളെയും പിടിച്ച് വരുന്നതാണ്. എന്നിട്ട് പൈലറ്റ് ഹീറോയോട് പറയും, നമ്മൾ ഇന്ന് തന്നെ ഇവിടുന്ന് രക്ഷപ്പെടണം, ഇല്ലെങ്കിൽ നമ്മളെ ഗതിയും ഇതുപോലെയാവും, നമ്മളെ എന്തെങ്കിലും ആക്രമിച്ച് കൊല്ലുമെന്നൊക്കെ പറയുന്നു. അങ്ങനെ ഹീറോവും പിന്നെ പൈലറ്റും അയാളും കൂടിയും അവരുടെ ബാഗൊക്കെ എടുത്ത് ഇപ്പോൾ പോവാൻ നോക്കുകയാണ്. അങ്ങനെ പൈലറ്റ് ഇപ്പോൾ ഒരു കാഴ്ച കാണുകയാണ്, കുറച്ച് പേര് ഇങ്ങോട്ടേക്ക് വരുന്നത്. അത് കണ്ടതും എല്ലാവരോടും അവൻ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും ഇപ്പോൾ സന്തോഷമായിരിക്കുകയാണ്. അവരെല്ലാവരും ഡാൻസ് ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരവരുടെ അടുത്തേക്ക് വരുന്നു. അവരുടെ കയ്യിൽ തോക്കൊക്കെ ഉണ്ട്. അവർ നേരെ വന്നിട്ടിപ്പോൾ ഹീറോനെ ആക്രമിക്കുകയാണ്. അങ്ങനെ ഹീറോനെയും പൈലറ്റിനെയും ഇപ്പോൾ ആക്രമിച്ചിരിക്കുകയാണ്. അതിനുശേഷം അവൻ പയ്യൻ്റെ അടുക്ക തിരിയുന്നു. എന്നിട്ട് അവനോട് അവർ ചോദിക്കുന്നു, നീയാണോ ഇങ്ങനെ ചെയ്തതെന്ന്. എന്താണെന്ന് വെച്ചാൽ ഈ കൊമ്പൊക്കെ കടത്തിയതാണ് ചോദിക്കുന്നത്. പിന്നീട് ആ കൊമ്പൊക്കെയാണ് കാണുന്നത്. എന്നിട്ട് ഇവർ അതൊക്കെ ഒന്ന് തുറന്നു നോക്കുന്നു. അതിനുശേഷം അതിലുണ്ടായിരുന്ന ഒരാൾ തോക്കും എടുത്തിട്ടിപ്പോൾ ഹീറോന് നേരെ വരികയാണ്. എന്നിട്ട് ഹീറോയോട് ചോദിക്കുന്നു, സത്യം പറ, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലുമെന്ന്. അപ്പോൾ അത് കണ്ടതും പൈലറ്റ് പറയുകയാണ്, അവനല്ല അത് ചെയ്തത്, ഞാനാണെന്ന്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നെ കൊന്നോളൂ എന്ന്. അപ്പോൾ അവർ പൈലറ്റിന് നേരെ എയിം ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അവരുടെ കൂടെയുള്ള ആ പയ്യൻ പറയുന്നു, ഇത് ചെയ്തത് ഇവർ 2 പേരുമല്ല, ഞാനാണെന്ന്. അപ്പോൾ അവർ ആ പയ്യനെ കൊല്ലുകയാണ്. അത് കണ്ടതും പൈലറ്റിനും ഹീറോനും വളരെ സങ്കടമാവുകയാണ്. പിന്നെയും ഇവർ പൈലറ്റിനെയും ഹീറോനെയും തടവിലാക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെ അവരെല്ലാം ഉറങ്ങുന്ന സമയത്ത് പൈലറ്റ് മെല്ലെ മെല്ലെ അവരുടെ അടുത്ത് പോയിട്ട് അവരുടെ തോക്കെടുക്കാൻ നോക്കുകയാണ്. എന്നാൽ അവരുടെ അടുത്ത് പോയതും അവർ ഉണരുന്നു. എന്നിട്ട് എല്ലാവരും വന്നിട്ടിപ്പോൾ പൈലറ്റിനെ ആക്രമിക്കുന്നു. ഇപ്പോൾ ഒരാൾ പൈലറ്റിനെ എയിം ചെയ്തു വെച്ചപ്പോൾ ഹീറോ അയാളുടെ തോക്ക് കൊണ്ട് തന്നെ പൈലറ്റിനെ ആക്രമിച്ചവനെ ആദ്യം കൊല്ലുന്നു. അതിനുശേഷം ആ തോക്കുള്ളവനെ ആ തോക്ക് വെച്ച് തന്നെ കൊല്ലുന്നു. എന്നിട്ടിപ്പോൾ അയാളുടെ ദേഹത്ത് മുഴുവൻ ദേഷ്യവും തീർക്കുകയാണ്. അങ്ങനെ ഹീറോനിപ്പോൾ വെള്ളം കുടിക്കാത്തത് കൊണ്ട് ഹീറോ തളർന്നു പോവുകയാണ്. ഒരടി നടക്കാൻ വയ്യാതെ ആവുന്നു. എന്നാലും ഹീറോനെ പൈലറ്റ് താങ്ങി നടത്തി വരുന്നുണ്ട്. അപ്പോൾ ഹീറോ പകുതി എത്തുമ്പോഴേക്കും അവിടെ മയങ്ങി വീഴുകയാണ്. അപ്പോൾ പൈലറ്റിന് എന്നാ ചെയ്യേണ്ടതെന്ന് തിരിയുന്നില്ല. പിന്നീട് പൈലറ്റ് ഒരു കാര്യം തീരുമാനിച്ചു.
ഹീറോനെയും താങ്ങി നടക്കാമെന്ന്. അങ്ങനെ പൈലറ്റിൻ്റെ തോളിൽ ഹീറോനെയും താങ്ങി ഇപ്പോൾ നടക്കുകയാണ്. അങ്ങനെ അവർ നടക്കുന്നതിനിടയിൽ ഒരു മല കയറണം. അത് കയറിയതും ഹീറോ അവിടെ നിന്ന് താഴെ വീഴുന്നു. എന്നാൽ അവൻ വീണ്ടും കഷ്ടപ്പെട്ട് പൈലറ്റ് നമ്മുടെ ഹീറോനെ കയറ്റി കൊണ്ടുവരികയാണ്. അപ്പോൾ പൈലറ്റ് ഒന്ന് കാണുകയാണ് കുറച്ച് സിംഹക്കൂട്ടങ്ങൾ നടന്നു വരുന്നത്. അത് കണ്ടതും പൈലറ്റ് ഒന്ന് പേടിക്കുകയാണ്. പിന്നീട് പൈലറ്റിന് എന്നാ ചെയ്യേണ്ടതെന്ന് തിരിയുന്നില്ല. ഹീറോനെയും എടുത്ത് ഒരു കല്ലിൻ്റെ പുറകിൽ ഒളിച്ചു നിൽക്കുകയാണ് ഇപ്പോൾ പൈലറ്റിനാകെ 2 വഴിയേ ഉള്ളൂ. ഒന്ന് അവൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തി ഹീറോനെ രക്ഷിക്കണം, ഒന്ന് ഹീറോയുടെ ജീവൻ നഷ്ടപ്പെടുത്തി അവനെ രക്ഷിക്കണം. ഇപ്പോൾ പൈലറ്റ് തിരഞ്ഞെടുത്തത് 1ാമത്തെ വഴിയാണ്. ഇപ്പോൾ പൈലറ്റ് അവൻ്റെ ദേഹത്ത് രക്തക്കറയൊക്കെ ആക്കുന്നു. അതിനുശേഷം ആ സിംഹത്തിന് നേരെ പോവുകയാണ്. ഇപ്പോൾ ആ സിംഹം പൈലറ്റിനെ ആക്രമിച്ച് കൊല്ലുന്നു. അങ്ങനെ ഇപ്പോൾ ഹീറോ ബോധം വന്ന് എഴുന്നേറ്റ് അവിടെ നിന്ന് പോകുമ്പോൾ 2 ഹൈനകൾ ഹീറോന് നേരെ വരുന്നത് കാണും. അങ്ങനെ ആ ഹൈന ഹീറോന് നേരെ ആക്രമിക്കാൻ വരുമ്പോൾ പെട്ടെന്ന് അവിടെ ഒരു മഴ പെയ്യുകയാണ്. ആ മഴ പെയ്തത് കാരണം ഹൈന അവിടെ നിന്നും ഓടിപ്പോകുന്നു. ഇപ്പോൾ ഹീറോ അവിടെ കിടക്കുന്നു. പിന്നീട് ഹീറോന് ബോധം പോകുന്നു. പിന്നീട് കാണുന്നത് ഗ്രാമത്തിലെ 2 പേര് വന്നിട്ട് ഹീറോനെയും എടുത്തിട്ട് അവരുടെ ഗ്രാമത്തിലേക്ക് പോകുന്നതാണ്. അതോടെ ഈ സിനിമ ഇവിടെ അവസാനിക്കുന്നു.